ഓക്കെ, നമുക്ക് ഇന്നൊരു കുൽഫി ഉണ്ടാക്കിയാലോ? വായോ എൻ്റെ കൂടെ. 2 കവറ് പാലാണ് ഞാൻ ഇതിനായിട്ട് കുൽഫി ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത്. ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. 2 കവർ പാൽ അതുപോലെ എടുക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ വിഷമഘട്ടം ഇത് തന്നെയാണ്. ഇതൊന്ന് വറ്റി വരണം. ഞാൻ ഇളക്കിയൊക്കെ ഒന്ന് കൊടുത്തു. അപ്പോൾ പിന്നെ ഇവിടെ എപ്പോഴും കറണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചു ഇതിന് വേണ്ട നട്ട്സൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാമെന്ന്. അപ്പം ഞാനിവിടെ ഉപയോഗിച്ചത് കാഷ്യൂനട്ട്, ബദാം, പിസ്ത, ഒരു 3 ഏലക്ക. ഈ കാഷ്യൂനട്ടൊക്കെ ഞാൻ കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട്. നിങ്ങളെടുക്കുമ്പോൾ ഇത്ര അളവൊന്നും എടുക്കണമെന്നില്ല. ഞാൻ കുറച്ച് ഏറെ എടുത്തതെന്ന് വെച്ചാൽ ഇവളെന്തായാലും ഐസ്ക്രീം എന്ന് പറഞ്ഞ് കഴിച്ചോളൂല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ അങ്ങ് കയറിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങ് കൊടുത്തതാണ്. എന്നിട്ട് ഇതൊന്ന് വറ്റി വരണം പാല്. ഞാൻ ഇടയ്ക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ വെച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തു. ആ കുഞ്ഞ് തവിക്ക് ഒരു 2.5 സ്പൂൺ പഞ്ചസാര ഞാൻ ആഡ് ചെയ്തു. മധുരം പോരാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ പൊടിയും കൂടി ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഞാൻ കണ്ട വീഡിയോസിലെല്ലാം ഈ പൊടി ലാസ്റ്റിൽ പാലൊക്കെ കുറുകി കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ആക്കുന്നതിൻ്റെ ആ ടൈമിലാണ് ഇടുന്നത്. ഇവിടെ ഞാൻ ഇപ്പോൾ ഇട്ടെന്ന് വെച്ചാൽ ചിലപ്പം അവൾക്കല്ലാതെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയായില്ലേലോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ആദ്യം ഉണ്ടാക്കിയപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ ഇവൾ കഴിച്ചില്ലേലോ എന്നോർത്ത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടു. എന്നിട്ട് കുറച്ച് പഞ്ചസാര കുറവ് തോന്നിയായിരുന്നു. അപ്പോൾ ആ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 സ്പൂൺ കൂടി ഇട്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ഗരം മസാല, അതും കൂടെ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരുത്തി എന്നെ വന്ന് ചോദിക്കുന്നുണ്ട്, മമ്മി ഇതെപ്പോഴാവും എന്നൊക്കെ. അവൾക്കും ക്ഷമ നശിച്ചു, എനിക്കും ക്ഷമ നശിച്ചു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വൈകിട്ടത്തേനുള്ളതും കൂടെ ഉണ്ടാക്കണമായിരുന്നു. അതും അതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരത്തെ പടാപ്പാടലിന് ശേഷം ഒന്ന് സെറ്റായി വരാൻ തുടങ്ങി. ഞാൻ ഇത് ഫ്ലെയിം ഇടയ്ക്കൊക്കെ കൂട്ടിയൊക്കെ വെക്കുന്നുണ്ട്. ഒന്ന് റെഡിയായി വരണ്ടേ, ഒത്തിരി സമയം എടുക്കുക. ഇത് കഴിഞ്ഞിട്ട് അത് തിളച്ച് ഒന്ന് സെറ്റായി വരിക എന്നൊക്കെ തോന്നി തുടങ്ങി. അപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കാമെന്ന് വിചാരിക്കുന്നു. എന്നെല്ലാം ഒന്ന് യോജിപ്പിച്ച് ഫ്ലെയിമൊക്കെ ഓഫാക്കി. ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി. ഇനി ഇതൊന്ന് ആറിക്കിട്ടണം. എന്തായാലും എനിക്കും ക്ഷമ നശിച്ചതുകൊണ്ട് ഞങ്ങൾ നേരെ കൂളറൊക്കെ ഓണാക്കി അതിൻ്റെ കീഴിൽ പോയിരുന്നു. കറക്കി അവളും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നു. അങ്ങനെ അത് കറക്കി ഒന്ന് ആറ്റിച്ചെടുത്ത് കഴിഞ്ഞ് ഇപ്പോഴത്തേന് അതൊരു തിക്ക് കൺസിസ്റ്റൻസി ആയി. ഇനി അത് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് നൈസായിട്ട് അടിച്ചെടുക്കണേ. ഞാനിവിടെ വലിയ ജാർ യൂസ് ചെയ്യാവേ നിങ്ങൾക്ക്. ഞാനിവിടെ ചെറിയ ജാർ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ആ പൊടി ഇതിനകത്ത് ഉണ്ടാക്കിയതുകൊണ്ട് നൈസായിട്ട് ഇത് തന്നെ എടുത്തന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ മോൾഡിൽ ഒഴിച്ച് വെക്കാം. ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോൾഡിലൊക്കെ ഒഴിച്ച് എല്ലാം റെഡിയാക്കി ഫുള്ളാക്കി വെച്ചു. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടിയോ എന്നൊരു ഡൗട്ടുണ്ട്. എന്നാലും ഓക്കെ, എല്ലാം റെഡിയാക്കി എടുത്തു. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റാക്കാൻ വെക്കണം. ഞാൻ നൈറ്റ് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ രാവിലെയാണ് എടുക്കുന്നത്. അപ്പോഴത്തേനും സെറ്റാക്കി കിട്ടും. പിന്നെ ഇപ്പോഴും എനിക്ക് നല്ല പേടിയുണ്ട് ഇതൊക്കെ രാവിലെ ഊരി വരുമോ എന്നുള്ളത്. എന്തായാലും അപ്പോൾ കണ്ടറിയാം. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് റെസ്റ്റിന് വെച്ചു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് എടുക്കുന്നുണ്ട് രാവിലെ. പക്ഷേ ബാക്കിയുള്ളതൊന്നും ഊരി വന്നില്ല. 2 ഊരി വന്നുള്ളൂ ഗൈസ് ശരിക്ക്. പിന്നെ ഇതിന് ടെസ്റ്റിന് കൊടുത്തു. അവൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ ചൂടൊക്കെ അല്ലേ, അവർ കഴിച്ചോളും. പിന്നെ ഇതിനകത്ത് ഷുഗർ ഉണ്ടെന്നുള്ളൊരു ഇതേ ഉള്ളൂ, അല്ലാതെ ഹെൽത്തിയാണ് സാധനം. അപ്പോൾ ഹെൽത്തി ഒരു കുൽഫിയായിട്ട് നെക്സ്റ്റ് ഞാൻ വരാം. അവളതും കൊണ്ട് പോയി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.